ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കഥ. ചിറകൊടിയുന്നവർ. കേരളക്കരയിലെ ഒരു കൊച്ചു ഗ്രാമം. കൊച്ചരുവികളും പാടങ്ങളും പൂക്കളും തുമ്പികളും നിറഞ്ഞ ഒരു നാട്ടുപ്രദേശം. കുഞ്ഞിച്ചിറകുള്ള തുമ്പികളും പച്ചത്താകിയിട്ട പാടങ്ങളും ആ വഴി ഈ വഴി പാൽപ്പുഴയും മാമലത്തുമ്പത്തെ തേന്മരവും. അതെ, ആ ഗ്രാമത്തിൽ കുട്ടികൾ പാറിപ്പറന്ന് നടന്നു. അവിടെ എല്ലാവർക്കും പ്രിയങ്കരനായ ഒരു കുട്ടിയുണ്ടായിരുന്നു. അവന്റെ പേരാണ് അപ്പു. അവന് തുമ്പികളെ പോലെ പറക്കണമെന്നായിരുന്നു ആഗ്രഹം. എങ്ങോട്ടാണെന്നോ? മുകളിലേക്ക് മുകളിലേക്ക്, ശൂന്യാകാശത്തേക്ക്. ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും അടുത്തു കാണണം. ആകാശത്തുഞ്ചത്തു കണ്ണു നീട്ടി ആഗ്രഹ കൂമ്പാരം കൂട്ടിവെച്ചു. 1000 കാതമകലെയുള്ള ആകാശമാവോളം കണ്ടു തീർക്കും. പഠനത്തിൽ മാത്രമല്ല, സ്പോർട്സിലും മിടുക്കനായിരുന്നു അപ്പു. ആടിയും പാടിയും മാരവത്താൽ ആഘോഷമായി കഴിഞ്ഞു ബാല്യം. കൂട്ടുകാരെല്ലാരും ഇഷ്ടമോടെ 1000 കണ്ണാരാൽ ചേർത്തു വച്ചു. അങ്ങനെ മികച്ച വിജയത്തോടെ അപ്പു 10ാം ക്ലാസ് കഴിഞ്ഞു. എന്നാൽ പഠനത്തെക്കാൾ അവനിന്ന് ഇഷ്ടം ഫുട്ബോളാണ്. കൂട്ടുകാർക്കൊപ്പം മൈതാനത്ത് കാൽപന്തു തട്ടി കളം നിറഞ്ഞ് കാണികൾ നേരെ കൈകൾ വീശാൻ കാമുകനെ പോയി മനം തുടിച്ചു. അമ്മ പിന്തുണച്ചെങ്കിലും അച്ഛന്റെ എതിർപ്പ് മൂലം തന്റെ സ്പോർട്സ് സ്വപ്നങ്ങൾ കുഴിച്ചുമൂടി. ഇതിന്റെ പേരിൽ അച്ഛനും അമ്മയും വഴക്ക് പതിവായി. വഴക്കിനിടയിൽ അപ്പു വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതും പതിവായി. അമ്മ അപ്പുവിന്റെ മാറ്റം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സംസാരമില്ല, കളിയില്ല, ചിരിയില്ല. ആടിയും പാടിയും മാരവത്താൽ ഒറ്റച്ചിറകുള്ള തുമ്പിയെ പോൽ അങ്ങിങ്ങു തൂങ്ങിയിരുന്നതപ്പു. അമ്മ തന്നോ മനവാക്കുകൾക്ക് അർത്ഥമില്ലാത്തൊരു മൂളൽ മാത്രം. അമ്മയ്ക്ക് വിശ്വാസമായിരുന്നു അപ്പു ഒരബദ്ധത്തിലും ചാടില്ലെന്ന്. പക്ഷേ വളരെ വൈകിയാണ് അമ്മ അറിഞ്ഞത് അപ്പു ലഹരിക്ക് അടിമപ്പെട്ടു പോയെന്ന്. അപ്പുവിനാകാശം ശൂന്യമായി. കൂട്ടുകാരെല്ലാരും വേർപിരിഞ്ഞു. അച്ഛനും അമ്മയ്ക്കും നെഞ്ചിനുള്ളിൽ കത്തും കനാലായി മാറിയപ്പോ. അങ്ങനെയിരിക്കെ ഒരു ദിവസം അപ്പുവിനൊപ്പം LP സ്കൂളിൽ പഠിച്ചിരുന്ന കുമാർ, അവനിപ്പോൾ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് പഠിക്കുകയാണ്. നാട്ടിൽ വന്നപ്പോൾ അപ്പുവിനെ കാണാൻ വന്നതാണ്. പക്ഷേ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഒട്ടും വൈകിയില്ല. അപ്പുവിനെ കുമാർ ഡോക്ടറെ കാണിച്ചു. ചികിത്സ തുടങ്ങി. മാസങ്ങൾക്ക് ശേഷം കുമാർ UK തിരിച്ചു. പോകുമ്പോൾ ഒരാൾ കൂടി ഉണ്ടായിരുന്നു, നമ്മുടെ അപ്പു. നല്ല കൂട്ടുകാർക്ക് നമ്മൾ ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കുക. ജീവിതം തന്നെയാകട്ടെ ലഹരി. ലഹരി നുരയും ജീവിതത്തിൽ വിട പറയൂ കൂട്ടരെ.